ഹായ് കൂട്ടുകാരെ, സ്ലിറ്റ് തയ്ക്കാൻ നല്ല ബുദ്ധിമുട്ടല്ലേ പലർക്കും. എത്ര പറഞ്ഞു തന്നാലും അതിന് വേറൊരു മാർഗമായി കാണിക്കുന്നത്. നമ്മൾ സ്ലിറ്റ് തയ്ക്കേണ്ട ഭാഗം ആദ്യമേ തന്നെ നമുക്ക് വേണ്ട രീതിയിൽ വേണമെങ്കിൽ ഒന്ന് മടക്കി വെക്കാം. കോട്ടൺ തുണിയൊക്കെയാണെങ്കിൽ മടക്കില്ല. എന്നിട്ട് നമ്മൾ എന്താ ചെയ്യുക, അരികിലൂടെ ആദ്യത്തെ അടുപ്പ്. ശരിക്കും നമ്മൾ സ്ലിറ്റ് തയ്ക്കുമ്പോൾ രണ്ടാമത് തയ്ക്കുന്ന ആ അരികിലുള്ള അടുപ്പാണ് ഞാൻ ആദ്യം അടിക്കുന്നത്. അങ്ങനെ അടിച്ച് നമുക്ക് ഇങ്ങനെ വരാം. കൃത്യമായിട്ട് അത് കണ്ടോ, ആ പാടിലൂടെ തന്നെ നമ്മൾ അടിച്ചു വരിക. അടിച്ചു വന്ന് കണ്ടോ, ഈ സ്ലിറ്റിൻ്റെ ഇവിടെ കൊണ്ടുവന്ന് കുത്തി നിർത്തി. ഇവിടെ വേണമെങ്കിൽ നമുക്ക് ചെറിയ കെട്ടിടാം. കെട്ടിട്ടാൽ സേഫായിട്ട് സ്ലിറ്റ് ചെയ്യുന്നോളും. എന്നിട്ട് നമ്മൾ മറുവശത്തും അതേ വീതിയിൽ നമ്മൾ കൃത്യം 1 ഇഞ്ചാണ് ഇടുന്നത്. നിങ്ങൾക്ക് അറിയാമല്ലോ സ്ലിറ്റിൻ്റെ ഭാഗത്ത്. അപ്പോൾ ആ 1 ഇഞ്ച് വീതിയിൽ നമ്മളിങ്ങനെ മടക്കി നമ്മൾ പോരുക. അപ്പം നിങ്ങൾ ഓർക്കണം, ആദ്യമേ തന്നെ ലൈനിങ് ചുരിദാറാണെങ്കിൽ ഈ 2 ഭാഗം കൂടെ ഒന്ന് അടിച്ചു വെക്കണേ അരികെ. അപ്പം മാറി മാറി പോകാത്ത വൃത്തിയായിട്ട് കിട്ടും. ഒട്ടും വലിക്കരുത്. ഇനി നമ്മൾ എന്ത് ചെയ്തു, ആദ്യം തയ്ച്ച ഈ ഭാഗം നമുക്ക് വേണ്ട രീതിയിൽ, നമുക്ക് വേണ്ട എത്ര അളവാണോ അത്രയും വീതിയിൽ മടക്കിയെടുക്കുക. 1 ഇഞ്ചാണല്ലോ, അപ്പം നേർ പകുതിയായിട്ട് വെച്ച് അങ്ങ് മടക്കുവോ എങ്ങനെയാ വെച്ചാൽ നമ്മുടെ ഇഷ്ടം പോലെ മടക്കി. ഇത് കണ്ടോ, നമുക്കിനി തയ്ച്ചു പോവാം. ഇനി എങ്ങനെ തയ്ക്കുന്ന നോക്കിയാൽ കുറേ ഭാഗം ഇങ്ങോട്ട് എടുത്തിട്ട് ഈ കൈ കൊണ്ട് നമ്മൾ അതിനെ മടക്കി കൊടുക്കുക. മടക്കി കൊടുത്തിട്ട് നമുക്കിതിങ്ങനെ അടിച്ചങ്ങോട്ട് പോകാം. ഇതും ഇവിടെയും വലിക്കേണ്ട ആവശ്യമില്ല. വലിച്ചാലും ചുളുക്കമൊന്നും വരാൻ പോകുന്നില്ല. എങ്കിലും വലിക്കാതെ തന്നെ നമുക്കിങ്ങനെ മടക്കി കൊടുത്ത് നമുക്ക് തയ്ച്ചെടുക്കാം. അപ്പം 2-3 സൈസിൽ സ്ലിറ്റ് തയ്ക്കാനായിട്ട് നിങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ട്. എങ്കിലും ഇതാ എളുപ്പമെങ്കിൽ നമുക്ക് ഇങ്ങനെയും വേണേൽ ഉപയോഗിക്കാം. കണ്ടോ, മുമ്പ് തയ്ച്ച ആ സ്ലിറ്റിൻ്റെ ആ കൊണ്ട് നിർത്തിയ ഭാഗത്തുനിന്ന് ഒരു 1/2 ഇഞ്ച് മുകളിൽ വരെ നമ്മൾ തയ്ച്ച് കുത്തി നിർത്തി മറുവശത്തേക്ക് തിരിച്ചു കൊണ്ടുവന്നു. ഇവിടെ കുത്തി നിർത്തിയിട്ട് നമ്മൾ താഴേക്ക് പോവുക. ഓൾറെഡി മടക്കിയിരിക്കുന്നതുകൊണ്ട് നിങ്ങൾക്ക് ഇവിടെ ചുളുക്കം വരാനുള്ള സാധ്യത വളരെ കുറവായിരിക്കും. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. എനിക്കൊന്ന് ജോർജറ്റ് തുണിയാണെങ്കിലും ഈ രീതിയിൽ തയ്ക്കുന്ന ഒരു പക്ഷേ നല്ലതായിരിക്കും. അപ്പം ഇതും കൂടെ എൻ്റെ കൂട്ടുകാർക്ക്, നല്ല സ്ലിറ്റ് തയ്ക്കാൻ വശമില്ലാത്തവർ ഇതും കൂടി ഒന്ന് പരിശ്രമിച്ച് നോക്കണം കേട്ടോ. തീർത്തിട്ട് ഞാൻ അവസാനം കാണിക്കാവേ എങ്ങനെ ഉണ്ടെന്നേ. അപ്പോൾ എപ്പോഴും ഞാൻ പറയുന്നില്ല, അവസാനത്തെ ഭാഗം നേരത്തെ തന്നെ ഒന്ന് മടക്കി വെച്ചിട്ട് വേണം അടിച്ചു പോരാനായിട്ട്. ഇത് കണ്ടോ നല്ലതായിട്ട് കിട്ടിയില്ലേ, നല്ല വൃത്തിയായിട്ട് നമുക്ക് കിട്ടി. മറുവശം കൂടെ കാണിക്കാവേ. ആണ്ടേ, അടിപൊളി. ഇനി എന്നാ പാട്, തയ്ച്ച് നോക്കിക്കോളൂ.